ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ മുഖ്യപ്രതി എഡിസൺ പിടിയിലായതിനു പിന്നാലെ ഇടപാടുകാർക്ക് വലിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ലഹരി കച്ചവടക്കാരുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, ലഹരി പാക്കറ്റുകളെല്ലാം ഇപ്പം തന്നെ കത്തിച്ച് കളയണം. ഡാർക്ക് നെറ്റിലാണ് ഈ നിർദ്ദേശം വന്ന് ലഹരി കച്ചവടക്കാർക്കിടയിൽ പ്രചരിക്കുന്ന ഈ സന്ദേശം. അതിൻ്റെ തെളിവുകൾ 24-ന് കിട്ടി. ശ്യാംകുമാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംകുമാർ, കൂടുതൽ വിവരങ്ങൾ. ഇത് ആദ്യമായാണ് ഡാർക്ക് നെറ്റിൽ പ്രചരിച്ച ലഹരി കച്ചവടക്കാർക്കിടയിൽ പ്രചരിച്ച ഒരു സന്ദേശത്തിൻ്റെ ഒരു രേഖ ഒരു ചാനലിന് നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് കെറ്റാമെലോൺ പിടിയിലായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ലഹരി കച്ചവടക്കാർ ജാഗ്രത പാലിക്കണം എന്നുള്ള രീതിയിലാണ് NCB പിടികൂടിയിരിക്കുന്നു എന്നതാണ് ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലഹരി കച്ചവടം നടക്കുന്ന ഡ്രെഡ് എന്ന ആപ്ലിക്കേഷനിൽ വന്ന ഈ രേഖ NCB തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. അതിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലവർ ഈ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റുകളും മറ്റും ഡിലീറ്റ് ചെയ്ത് കളയാനും ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കത്തിച്ചു കളയാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അലക്ഷ്യമായി വലിച്ചെറിയുകയോ പിടികൂടാനുള്ള അവസരം ഉണ്ടാക്കുകയോ ചെയ്യരുത്. ആരുടെയും പേര് വിവരങ്ങൾ പുറത്തു വരരുത്. അതിലെ ലോഗിൻ ID കൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെ ഈ എഡിസൺ പിടിയിലായതിന് പിന്നാലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായി കാണിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് കേരളത്തിൽ ഉൾപ്പെടെ ഈ ഡ്രെഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിരുന്ന പലരെക്കുറിച്ചുള്ള വിവരങ്ങളും അപ്രത്യക്ഷമായതായി പറയുന്നത്. പക്ഷേ അവരെക്കുറിച്ച് നേരത്തെ തന്നെ NCB വിവരം ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്താലും അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രേഖയിൽ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട വരുന്ന ഒരു വിവരങ്ങളും ഈ ആപ്ലിക്കേഷനിലോ ക്യാച്ചകളിലോ ശേഖരിക്കരുത്, അതെല്ലാം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുന്നു. അതിന് പിന്നാലെ ഈ പേജും അപ്രത്യക്ഷമായി. അന്താരാഷ്ട്ര ലഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്കുള്ള മുന്നറിയിപ്പാണ് ഇത് നൽകിയത്. ഏതായാലും എഡിസൺ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് NCB കോടതിയിലേക്ക് പോകാനിരിക്കെയാണ് ഇത്തരമൊരു രേഖ ഈ ലഹരി കച്ചവടക്കാർക്കിടയിൽ പ്രചരിക്കുകയും ആ മുന്നറിയിപ്പിന് പിന്നാലെ ഈ പേജ് പോലും അപ്രത്യക്ഷമാവുകയും ചെയ്തത്. SKN.